സംസ്ഥാനത്ത് കാട്ടാന ആക്രമണത്തിൽ വീണ്ടും ഒരു മരണം. വയനാട് കാട്ടിക്കുളം സ്വദേശി രാജുവാണ് കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. കൃഷിയിടത്തിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കെ രാജുവിനെ കാട്ടാന ആക്രമിക്കുകയായിരുന്നു. വനം വകുപ്പ് ഉദ്യോഗസ്ഥർ കൃത്യമായ ഇടപെടൽ നടത്തുന്നില്ലെന്ന് ആരോപിച്ച് പ്രദേശവാസികളും CPIM പ്രവർത്തകരും മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രതിഷേധിച്ചു. വന്യജീവി ആക്രമണത്തിൽ സർക്കാർ നടപടികളൊന്നും സ്വീകരിക്കുന്നില്ലെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ആരോപിച്ചു. രണ്ടാഴ്ചയ്ക്കിടെ 6 ജീവനുകളാണ് ഇതുവരെ വന്യജീവി ആക്രമണത്തിൽ നഷ്ടമായത്. നിരന്തരമുണ്ടാകുന്ന വന്യജീവി ആക്രമണങ്ങളിൽ വനം വകുപ്പിന്റെ ഭാഗത്തുനിന്ന് കൃത്യമായ പ്രതിരോധ നടപടികൾ ഉണ്ടാകുന്നില്ല. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കാൻ ശാശ്വത പരിഹാരം ഉണ്ടാകില്ലേ? സർക്കാർ മാറിയത് കാട്ടാന അറിഞ്ഞിട്ടില്ലെന്ന വനം മന്ത്രിയുടെ പ്രസ്താവന വിഷയത്തിന്റെ ഗൗരവം മനസ്സിലാക്കാതെയാണോ? RDX. വയനാട് കാട്ടിക്കുളം പുളിമൂടുകുന്ന് മിച്ചഭൂമിയിലെ രാജുവിനാണ് കാട്ടാന ആക്രമണത്തിൽ ജീവൻ നഷ്ടമായത്. കൃഷിയിടത്തിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കെയാണ് രാജുവിനെ കാട്ടാന ആക്രമിച്ചത്. ഇന്ന് രാവിലെയായിരുന്നു സംഭവം. ഗുരുതരമായി പരിക്കേറ്റ രാജുവിനെ മാനന്തവാടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു. തുടർന്ന് മരണം സംഭവിക്കുകയായിരുന്നു. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കൃത്യമായി ഇടപെടൽ നടത്തിയില്ലെന്നും ജനങ്ങളുടെ ജീവന് സംരക്ഷണം നൽകുന്നതിൽ അധികാരികൾ പൂർണ്ണമായി പരാജയപ്പെട്ടെന്നും നാട്ടുകാർ ആരോപിച്ചു. CPIM പ്രവർത്തകരുടെ നേതൃത്വത്തിൽ വൻ പ്രതിഷേധമാണ് മെഡിക്കൽ കോളേജ് പരിസരത്തുണ്ടായത്. രാജുവിന്റെ കുടുംബത്തിന് ഇന്ന് തന്നെ 10 ലക്ഷം രൂപ അടിയന്തരമായി കൈമാറും. രണ്ടാഴ്ചയ്ക്കിടെ 6 ജീവനുകളാണ് ഇതുവരെ കാട്ടാനാക്രമണത്തിൽ നഷ്ടമായത്. വന്യജീവി ആക്രമണത്തിൽ സർക്കാർ നടപടികളൊന്നും സ്വീകരിക്കുന്നില്ലെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. വിഷയം ഉന്നയിച്ചപ്പോൾ സർക്കാർ മാറിയത് കാട്ടാന അറിഞ്ഞിട്ടില്ലെന്ന ലാഘവപൂർണമായ മറുപടിയാണ് വനം മന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായതെന്നും പിണറായി വിജയൻ വിമർശിച്ചു. RDX ന്യൂസ് മലയാളം. മുൻമന്ത്രി OR കേളുവിൻ്റെയും CPIM വയനാട് ജില്ലാ സെക്രട്ടറി K റഫീഖിൻ്റെയും നേതൃത്വത്തിൽ ശക്തമായ പ്രതിഷേധമാണ് ഇന്നിപ്പോൾ വയനാട് ഈ വിഷയത്തിൽ ഉണ്ടായത്. അവരുടെ പ്രതികരണങ്ങളിലേക്ക് കൂടി. രണ്ടാഴ്ചക്കിടെയാണ് 2 പേർ വയനാട് ജില്ലയിൽ മരണപ്പെട്ടത്. എന്നാൽ ഇതിനെല്ലാം മനുഷ്യജീവന് യാതൊരു വില കൽപ്പിക്കാത്ത നിലയിലാണ് സംസ്ഥാന സർക്കാർ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. ഇത് മനുഷ്യജീവനൊരു വിലയില്ലേ? സർക്കാരല്ലേ അതിൽ നിർദ്ദേശം കൊടുക്കേണ്ടത്? ജില്ലാ ഭരണകൂടത്തിനുൾപ്പെടെ നിർദ്ദേശം കൊടുക്കേണ്ടത് സർക്കാരല്ലേ? ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ അടിയന്തരമായി എത്താനും വിഷയങ്ങൾ പരിഹരിക്കാനുള്ള ഉത്തരവാദിത്വം സർക്കാരിനല്ലേ? അപ്പോൾ അതിനനുസരിച്ച് അവരെന്താ വരാൻ തയ്യാറാവാത്തത് എന്തുകൊണ്ടാണ്? വനം മന്ത്രിയുടെ ധിക്കാരപരമായിട്ടുള്ള പൊതുസമൂഹത്തെ ജനങ്ങളോട് വെല്ലുവിളിക്കുന്ന സമീപനം വനമന്ത്രി മാറ്റണം. അദ്ദേഹം എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നവർ ഈ കേരളത്തോട് വെല്ലുവിളിയല്ലേ വനമന്ത്രി നടത്തുന്നത്? അതൊക്കെ അങ്ങനെ ഉണ്ടാകും. എന്നൊരു മാന്ത്രിക വടിയൊന്നുമില്ല. എല്ലാവരും മാന്ത്രിക വടി ഉണ്ടായിട്ടാണോ ഈ വന്യമൃഗത്തെ എത്രയേക്കാൾ പ്രയോഗിച്ചിട്ടുള്ളത്? അപ്പോൾ ധിക്കാരപരമായിട്ടുള്ള സമീപനവും മറുപടിയും ഒക്കെയാണ് വനം മന്ത്രി ഈ കേരളത്തിലെ ജനങ്ങളോട് വെല്ലുവിളി നടത്തുന്നത്. അത് ശരിയാണോ? സനീഷ്, ഇതിപ്പം ഈ സർക്കാരിൻ്റെ കുഴപ്പം കൊണ്ടാണ് ആനയുടെ ആക്രമണം ഉണ്ടായത് എന്ന് ആരോപിക്കുക സാധ്യമല്ല. ഇതിവിടെ നിലനിൽക്കുന്ന ഒരു പ്രശ്നമാണ്. ആ പ്രശ്നത്തെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതിൽ മാത്രമാണ് കാര്യമുള്ളത്. ഇതിപ്പം നിരന്തരം വീണ്ടും ആക്രമണം രൂക്ഷമായിരിക്കുന്നു. വന്യജീവി ആക്രമണത്തിൽ കൂടുതൽ പേർ കൊല്ലപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നു. എന്താണ് അടിയന്തരമായി ഈ സർക്കാർ ചെയ്യേണ്ടതായി തോന്നുന്നു? അല്ല, ഇതിനകത്ത് ഇത് അങ്ങേയറ്റം സങ്കടകരമായ കാര്യമാണ് എന്നത് പിന്നെ ഒരർത്ഥത്തോളം വലിയൊരളവോളം നമ്മൾ ദുർബലരായിട്ടുള്ള കാര്യമാണ് എന്ന് പറയുകയാണല്ലോ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം. ഇപ്പോൾ സർക്കാരിനെ കുറ്റപ്പെടുത്തുക, സംവിധാനങ്ങളെ കുറ്റപ്പെടുത്തുക എന്നൊക്കെ പറയുന്നത് എത്രത്തോളം ശരിയാണ് എന്ന് എനിക്കറിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് നമുക്കിപ്പോൾ ഏതെങ്കിലും തരത്തിൽ തടഞ്ഞു വെക്കാവുന്ന കാര്യങ്ങൾ അല്ല എന്ന് പറയുന്ന ആളുകളുണ്ട്. ഇപ്പം നമ്മൾ പക്ഷേ അവിടെ നേർക്കുനേർ കാര്യങ്ങൾ അറിയാവുന്ന നാട്ടുകാരാണ്. നിങ്ങൾക്കല്ല ഇത് തടയാൻ പറ്റും, ഇത് കാര്യക്ഷമമായിട്ട് സംവിധാനങ്ങൾ ഇടപെട്ടാൽ ഇങ്ങനെ ആളുകൾ മരിക്കുന്ന നിലയിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റുന്ന അവിടെ നേർക്കുനേർ കാര്യങ്ങൾ അറിയാവുന്ന ആളുകളാണ് പറയുന്നത്. അപ്പോൾ അതിനെ നമ്മൾ മുഖവിലക്കെടുക്കുക തന്നെ വേണം. ഇപ്പോൾ ഇവർ പറയുന്നതിൽ ഇടതുപക്ഷത്തിന് CPIMൻ്റെ ആളുകൾ, മുൻ മന്ത്രിയും അവിടുത്തെ ജില്ലാ സെക്രട്ടറിയും പറയുന്നതിൽ തള്ളിക്കളയാൻ പറ്റാത്തൊരു കാര്യം എന്ന് വെച്ചാൽ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ഇവർക്ക് മേൽ വലിയ ആക്ഷേപമായിരുന്നു. വലിയ തോതിൽ നിങ്ങൾ വേണ്ട രീതിയിൽ ഇടപെടുന്നില്ല എന്ന് ആ കാലത്തും ആളുകൾ വിമർശിച്ചിരുന്നു. അപ്പോൾ ഇന്നിപ്പോൾ അവിടേക്ക് MLA ഒന്നും സ്ഥലത്തെത്തിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവർ ഈ കാര്യങ്ങൾ പറഞ്ഞത്. അപ്പോൾ അവർ പറയുന്ന ഇപ്പോഴത്തെ പ്രതിപക്ഷം മുൻ ഭരണപക്ഷത്തിൻ്റെ ഭാഗമായിട്ടുള്ള മന്ത്രിയും അവിടുത്തെ CPIM ജില്ലാ സെക്രട്ടറി എന്നും പറയുന്ന തള്ളിക്കളയാവുന്ന കാര്യവുമല്ല. കാരണം കുറേ കൂടെ ഗൗരവത്തിലുള്ള പ്രതികരണങ്ങൾ നിശ്ചയമായിട്ടും അർഹിക്കുന്ന കാര്യമാണിത്. ഇപ്പോൾ വനമന്ത്രിയൊക്കെ വന്ന് കയറിയതേ ഉള്ളൂ, ചുമതല ഏറ്റെടുത്തേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് പൂർണ്ണമായിട്ട് കുറ്റപ്പെടുത്താവുന്ന നിലയുണ്ടോ എന്ന് ചോദിച്ചാൽ ഒന്നുമില്ല. പക്ഷേ എന്നാലും മനുഷ്യർ മരിക്കുന്ന കാര്യമാണല്ലോ. മനുഷ്യർ മരിക്കുമ്പോൾ കുറേ കൂടെ ഗൗരവത്തിൽ കാര്യങ്ങൾ കാണുന്നതായിട്ട് ഉറപ്പായിട്ടും അങ്ങനെ ചെയ്യേണ്ടതുണ്ട് എന്നൊരു കാര്യമുണ്ട് ഇതിനകത്ത്. അതായത് ഇതിനകത്ത് എൻ്റെ ഒരു വേവലാതി ഇപ്പോൾ കുറേ പേരെങ്കിലും, ഒരു വലിയ ശതമാനമെങ്കിലും
ഇപ്പം എന്നെപ്പോലുള്ള ആളുകളാണെങ്കിലും ഇതൊരു അതികഠിനമായിട്ടുള്ള വേനലിൽ ആളുകൾ ഈ വന്യമൃഗങ്ങൾ ഇറങ്ങി വരികയാണ്. കാരണം അവരുടെ ഭക്ഷണവും വെള്ളവും ഒക്കെ അവിടെ തടസ്സമായതുകൊണ്ട് അവരതിര് വിട്ട് പുറത്തേക്ക് വരികയാണ് എന്നൊരു തോന്നലാണ് ഉണ്ടായിരുന്നത് കുറേ വലിയൊരു അളവോളം. അങ്ങനെയല്ല എന്ന് ശാസ്ത്രീയമായിട്ട് ഉള്ള ആളുകൾ പറയുന്നുണ്ടായിരുന്നു. അത് നമ്മൾ കാണുകയും വായിക്കുകയൊക്കെ ചെയ്തു. എങ്കിൽ തന്നെയും ഉള്ളിൽ നമ്മുടെ ഒരു തോന്നൽ അതികഠിനമായിട്ടുള്ള വേനലാണ്. അപ്പോൾ അതുകൊണ്ട് കാടുകൾക്കകത്ത് നിൽക്കാൻ സാധിക്കാത്തത് കൊണ്ട് വന്യമൃഗങ്ങൾ പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. അതുകൊണ്ട് ഉള്ളിൽ എവിടെയോ ഒരു ആശ്വാസം, ഇത് മഴയൊക്കെ പെയ്താൽ ഒന്ന് ഒതുങ്ങിക്കോളുമായിരിക്കും എന്നൊരു തോന്നലുണ്ട്. പക്ഷേ അതിശക്തമായിട്ടുള്ള മഴ പെയ്തു അങ്ങനെയൊരു സാഹചര്യം ഇല്ലാതായി. ചൂടോ അല്ലെങ്കിൽ ഭക്ഷണം കിട്ടായികയോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ കാടിനകത്ത് നിൽക്കാൻ പറ്റാത്ത സാഹചര്യമോ ഒക്കെ ഉണ്ട് എന്ന് നമ്മുടെ വളരെ ഈ ലേമാൻ ബുദ്ധി വെച്ചിട്ട് മനസ്സിലാക്കുന്ന കാര്യങ്ങളൊക്കെ മാറി. പക്ഷേ ഇപ്പോഴും ഇത് വരികയാണെന്ന് മാത്രമല്ല, ഇത്രയും ചെറിയ സമയത്തിനകത്ത് ഇത്രയും മരണങ്ങളാണ്. ഒരു കുട്ടിയുടെ മുന്നിലോ മറ്റോ വെച്ചാണ് അല്ലെങ്കിൽ പങ്കാളിയുടെ മുന്നിൽ വെച്ചാണ് ഒരാളെ കഴിഞ്ഞ ദിവസം കൊല്ലുന്ന സാഹചര്യം ഉണ്ടായത്. അപ്പോൾ അതൊക്കെ മരിക്കുന്ന ഒരാൾ എന്ന് മാത്രമല്ല, ജീവിച്ചിരിക്കുന്ന മനുഷ്യർക്കിടയിൽ അവിടെ പ്രതിഷേധിക്കുന്ന ഈ മനുഷ്യർക്കിടയിൽ ഉണ്ടാക്കുന്ന ഒരു ആധി ട്രോമ എത്രമാത്രം വലുതാണ്. പുറത്തേക്ക് ഇറങ്ങിയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റാത്ത സാഹചര്യം ഒരു നാട്ടിൽ താമസിക്കുന്ന ആളുകൾക്കുണ്ട്. നമ്മളിപ്പോൾ കൊച്ചിയിലെ നടുവിൽ നിൽക്കും, നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും പോകാം, ഏത് സമയത്തും പോകാം. നൈറ്റ് ലൈഫ് ഈ പറയുന്ന നമ്മുടെ നാട്ടിലെല്ലാം ആളുകൾ ആഘോഷിക്കുകയാണ്. ഈ പറയുന്ന എത്ര രാത്രിയിൽ വേണമെങ്കിലും വാഹനങ്ങളായിട്ടും നടന്നിട്ടും ഒക്കെ പോകാവുന്ന സ്ഥലത്ത് താമസിക്കുന്ന ആളുകൾ ഒന്ന് ആലോചിച്ച് നോക്കുക. അതായത് ഒരു 5-6 മണി കഴിഞ്ഞാൽ പുറത്തേക്ക് ഇറങ്ങാൻ വയ്യ. ഇപ്പോൾ അങ്ങനെ പോലുമല്ല സംഭവിക്കുന്നത്. പകൽ നേരത്ത് തന്നെയും പുറത്തേക്ക് പോയാൽ ഇങ്ങനെ ആധിയും വേവലാതിയോടെയും കാത്തിരിക്കേണ്ടുന്ന നില ഉണ്ട്. അത് നല്ല പരിചയമുള്ള മനുഷ്യർക്ക്, അതായത് ഈ കാടിനകത്ത് തന്നെയും ജീവിച്ച് പരിചയമുള്ള മനുഷ്യർക്ക് പോലും ഇങ്ങനെ ജീവനെ ഭയപ്പെടേണ്ടുന്ന നിലയാണുള്ളത്. അപ്പോൾ ഇതിൽ എന്ത് സംവിധാനമാണ് ഒരുക്കാൻ പറ്റുക, എന്താണ് ചെയ്യാൻ പറ്റുക? പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ സർക്കാർ സംവിധാനങ്ങളുടെ ഭാഗമായിരിക്കുന്ന ആളുകൾ, ഭരണ സംവിധാനങ്ങളുടെ തലപ്പത്തിരിക്കുന്ന മന്ത്രി അടക്കമുള്ള ആളുകൾക്ക് വിശ്വാസവും ധൈര്യവും നൽകുന്ന തരത്തിൽ വർത്തമാനം പറയുക വേണം എന്ന് നമുക്ക് ആവശ്യപ്പെടാവുന്നതാണ്. ബാക്കിയുള്ള കാര്യങ്ങൾ കുറേ കൂടെ വൈദഗ്ധ്യമുള്ള ആളുകൾ സംസാരിച്ച് അക്കാര്യത്തിൽ തീരുമാനം എടുക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയല്ലേ? തീർച്ചയായും. എന്തായാലും ഗൗരവത്തോടെ തന്നെയായിരുന്നു ഈ സർക്കാരും ഈ വിഷയത്തെ കണ്ടിരുന്നത് എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല. കാരണം വന്ന സമയത്ത് തന്നെ ഇക്കാര്യത്തിൽ ചില പ്രഖ്യാപനങ്ങളൊക്കെ ഉണ്ടായി. പക്ഷേ ഈ മുൻ സർക്കാരിൻ്റെ കാലത്തും നിരന്തരം ഓരോ വിഷയമുണ്ടാകുമ്പോൾ നേരെ സർക്കാരിനെ അല്ലാതെ പിന്നെ ആർക്കെതിരെ ഈ ആരോപണം ഉന്നയിക്കും എന്നുള്ളൊരു പ്രശ്നമുണ്ട്. സ്വാഭാവികമായും സർക്കാരിനെതിരെ തന്നെയാണ് ആ ആരോപണം ഉണ്ടാവുക, അവരാണ് മറുപടി പറയേണ്ടത്. ഇപ്പോൾ ഈ സർക്കാർ, അതായത് കഴിഞ്ഞ സർക്കാരിനെ കുറ്റം പറഞ്ഞിരുന്ന സംഘം ഈ സർക്കാർ രൂപീകരിച്ച് വരുമ്പോൾ സ്വാഭാവികമായും അവർ എടുക്കേണ്ട നടപടിക്രമങ്ങൾ എന്ന നിലയ്ക്ക് അവർ തന്നെ വിശദീകരിച്ച കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പം കാട്ടുപന്നികളെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ജൂൺ 15 മുതലുള്ള ഒരു ഡ്രൈവ് ആരംഭിക്കുന്നു എന്ന് പറയുന്നു. ഇലക്ട്രിക് ഫെൻസിങ്ങിൻ്റെ ദൂരം വർദ്ധിപ്പിക്കുന്ന തരത്തിലുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് പറയുന്നു. അങ്ങനെ ചില കാര്യങ്ങളൊക്കെ റാപ്പിഡ് റെസ്പോൺസ് ടീമിനെ അവരെ നിയമിക്കും എന്നുള്ളതൊക്കെ പറയുന്നു. ഇങ്ങനെ പിന്നെ AI സാങ്കേതിക വിദ്യയുടെയൊക്കെ സഹായം ഇതിനകത്ത് എങ്ങനെ പ്രയോജനപ്പെടുത്താം, പുതിയ ടെക്നോളജിയുടെ സഹായം, മുന്നറിയിപ്പ് സംവിധാനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കാൻ എന്ത് ചെയ്യാം എന്നൊക്കെയുള്ള ആലോചനകൾ പറയുന്നുണ്ട്. ഈ ആലോചനകളെല്ലാം എല്ലാ കാലത്തും ഏറിയും കുറഞ്ഞും വന്നുകൊണ്ടിരുന്നതാണ്. പക്ഷേ അതിനെല്ലാം അതിജീവിച്ചുകൊണ്ടാണ് വന്യമൃഗങ്ങളുടെ വ്യാപനം നാട്ടും പുറത്തുണ്ടാകുന്നത്. അതായത് കുട്ടനാട്ടിൽ പോലും കാട്ടുപന്നി ഇറങ്ങുന്ന, ഒരിക്കലും ഒരു തുണ്ടും വനഭൂമി പോലും ഇല്ലാത്ത പ്രദേശത്ത് പോലും കാട്ടുപന്നി ഇറങ്ങുന്ന സാഹചര്യമാണ് ഇപ്പം നിലവിലുള്ളത്. ഏറ്റവും കൂടുതൽ ആളുകൾ കാട്ടുപന്നിയെ ഇടിച്ച് വീണ് മരിക്കുന്ന ആളുകളുണ്ട്, കാട്ടുപന്നി ആക്രമണത്തിൽ മരിക്കുന്ന ആളുകളുണ്ട്. കഴിഞ്ഞ ദിവസം മുള്ളംപന്നി ഇടിച്ചിട്ടാണ് ഒരു ഓട്ടോറിക്ഷ പറഞ്ഞിട്ട് ഓട്ടോറിക്ഷ ഓടിച്ചുകൊണ്ട് പോയ ആൾ മരിച്ചത്. ഇടുക്കിയിൽ സൂര്യനെല്ലിയിൽ ഒരു യുവതി മരിക്കുന്നത് കുട്ടിയെ രാവിലെ സ്കൂളിലാക്കാൻ പോകുമ്പോഴാണ്. എന്തു ചെയ്യും? ഏറ്റവും നിസ്സഹായമായ ഒരു അവസ്ഥയാണ് ആ നിലയ്ക്ക് നമ്മൾ നോക്കുമ്പോൾ. ഇപ്പോൾ തൃശ്ശൂർ ആനയുടെ ആക്രമണത്തിൽ മരിക്കുന്നത്, ആന ഇറങ്ങുമ്പോൾ ആനയെ തുരത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുമ്പോഴാണ്. സ്വാഭാവികമായും അവനവൻ്റെ വാസസ്ഥലത്തേക്ക് വരുമ്പോൾ അങ്ങനെ ചെറുത്ത് നിൽക്കാനുള്ള ശ്രമം ഉണ്ടാവും, അവിടെ ഈ ആക്രമണം ഉണ്ടാവും. ഇതിനെ എങ്ങനെ കാര്യക്ഷമമായി നേരിടും? കൊന്നുകളയാനുള്ള കാട്ടുപന്നിയെ അത് കള്ളിങ്ങാണ്. ലോകത്തെല്ലായിടത്തും കാട്ടുപന്നി എന്നല്ല, ഏത് മൃഗവും, അതായത് ഇപ്പോൾ ദേശീയ മൃഗമാണെങ്കിൽ പോലും അതിനെ കൈകാര്യം ചെയ്ത് കളയാമെന്നുള്ളതാണ് പല രാജ്യങ്ങളിൽ നിലനിൽക്കുന്ന രീതി. ആ രീതി, അതായത് ശാസ്ത്രീയമായി ആ നിലയ്ക്ക് ആധുനിക മനുഷ്യനെ പോലെ ചിന്തിച്ചുകൊണ്ട് അത്തരമുള്ള നിയമങ്ങൾ നടപ്പാക്കുക എന്നുള്ളതാണ് പ്രാഥമികമായി ഈ രാജ്യത്തൊക്കെ വേണ്ടത്. പക്ഷേ കള്ളിങ്ങ അടക്കമുള്ള കാര്യങ്ങളിൽ നിലനിൽക്കുന്ന ഒരു പ്രശ്നം, ഇക്കാര്യത്തിൽ ആ തീരുമാനമെടുക്കാൻ ദീർഘമായി കാത്തിരിക്കേണ്ടി വരുന്നു എന്നുള്ളത്. അതായത് ഇത് കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിൻ്റെ മുതൽ അനുമതി ഉണ്ടെങ്കിലേ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ പറ്റൂ. അതിനു പകരം ജില്ലാ ഭരണകൂടത്തിന് വളരെ പെട്ടെന്നൊരു തീരുമാനമെടുത്ത് കാര്യങ്ങൾ നടപ്പാക്കാവുന്ന ഒരു സ്ഥിതി ഉണ്ടായാൽ കുറേയേറെ മാറ്റങ്ങൾ വരും. അതുണ്ടാവുന്നില്ല. മാത്രമല്ല, ഈ ഇന്ത്യ വിശാലമായ ഒരു രാജ്യവും വ്യത്യസ്ത ഭൂപ്രകൃതിയുള്ള രാജ്യവും
വ്യത്യസ്ത അളവിൽ വന്യമൃഗങ്ങളുടെ സാന്നിധ്യമുള്ള രാജ്യവും മനുഷ്യവാസമുള്ള സ്ഥലവും ജനസാന്ദ്രത വ്യത്യസ്തമായി നിൽക്കുന്ന രാജ്യവുമാണ്. ഇവിടെ വന്യമൃഗ നിയമം ഒരേ നിയമം നടപ്പാക്കുക എന്നത് തന്നെ യഥാർത്ഥത്തിൽ ഒരു അബദ്ധ ആശയമാണ് എന്നുള്ളതാണ് സത്യം. കേരളം പോലെ ഇത്രയും വനമേഖലയുള്ള, ഈ പറഞ്ഞ പോലെ ഇത്രയും ജനസാന്ദ്രതയുള്ള 30-33% വനമേഖലയുള്ള ഒരു പ്രദേശത്ത് വന്യമൃഗങ്ങളുടെ വല്ലാത്ത ആക്രമണമൊക്കെ ഉണ്ടാകുന്ന, അല്ലെങ്കിൽ കാട്ടുപന്നിയുടെയൊക്കെ ഇത്രയും ആക്രമണം ഉണ്ടാകുന്നത്, കാട്ടുപന്നി മാത്രമല്ല, കുരങ്ങ്, കാട്ടുപന്നി, മയിൽ, ഇതെല്ലാം ശല്യക്കാരാണ്. ആ നിലയ്ക്ക് വലിയ കുഴപ്പമുണ്ടാക്കുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇതിനെ കള്ളിങ്ങിന് വേണ്ട ഒരു നടപടിയിലേക്ക് പോകാൻ തക്കവണ്ണമുള്ള അനുമതി ലഭിക്കാവുന്ന തരത്തിൽ കേന്ദ്ര നിയമങ്ങൾ മാറ്റി എഴുതുക എന്നുള്ളതാണ് പ്രാഥമികമായി വേണ്ടത്. പിന്നെ ഈ മുന്നറിയിപ്പ് സംവിധാനങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ കാര്യക്ഷമമായി നടപ്പാക്കണം. മലയോര മേഖലയിൽ ജീവിക്കുന്ന ആളുകളുടെ ജീവിതം എന്ന് പറയുന്നത് അങ്ങേയറ്റം ദുരിതമായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഇത്തരം വന്യമൃഗങ്ങളുടെ ആക്രമണം കൊണ്ട്. കൃഷി, ഈ മനുഷ്യൻ്റെ മരണം മാത്രമല്ല, നമ്മൾ അതിൽ മാത്രമാണ് ഈ ചർച്ച നിൽക്കുന്നത്. അങ്ങനെ ഒരു മരണം ഉണ്ടാകുമ്പോൾ മാത്രം ആ വിഷയം ചർച്ച ചെയ്യുകയാണ്. കാർഷിക മേഖല എന്നത് സമ്പൂർണ്ണമായി ഇല്ലാതാകുന്ന ഒരവസ്ഥ ആ പല പ്രദേശങ്ങളിലേക്കും ഉണ്ടായിരിക്കുന്നു. വനം കയ്യേറുന്നത് കൊണ്ടാണ് ഈ മൃഗങ്ങളെല്ലാം ഇറങ്ങുന്നതെന്നാണ് പണ്ട് തീവ്ര പരിസ്ഥിതിവാദികൾ ആവർത്തിച്ച് പറഞ്ഞ ആളുകളെ മനസ്സിലാക്കിക്കൊണ്ടിരുന്നത്. അങ്ങനെ ഒരു സംഭവമില്ല. വനത്തിലേക്ക് ഇപ്പോൾ കയറിയുള്ള വനത്തിലേക്കുള്ള കയ്യേറ്റം എന്നത് ഏതാണ്ട് വലിയൊരളവ് അവസാനിച്ചു എന്നുള്ളതാണ്. പുതിയ തലമുറ വനത്തിൽ കയറി വനം കയ്യേറാമെന്ന് തീരുമാനിക്കുന്ന ആളുകളല്ല, അല്ലെങ്കിൽ വനത്തെ ഏതെങ്കിലും തരത്തിൽ ആ രീതിയിലല്ല അതിനെ പോകുന്നു. പിന്നെ വനത്തിലേക്ക് കയറുകയും അവിടെ ഏറെ അക്രമ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനുമുള്ള ധൈര്യം പണ്ടത്തെ പോലെ ഇല്ല. അതായത് അതിജീവനത്തിന് വേണ്ടി കയറിയിരുന്നതാണ് പണ്ടുള്ള ഒരു വലിയ വിഭാഗം ആളുകൾ. അത്തരം ഒരു സാഹചര്യം ഇല്ലാത്തതുകൊണ്ട് അതും ഉണ്ടാകുന്നില്ല ഇപ്പോൾ. അപ്പോൾ അതല്ല യഥാർത്ഥ കാരണം. അപ്പോൾ യഥാർത്ഥ കാരണത്തെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് അതിന് പരിഹാരം കാണാൻ വേണ്ടിയിട്ടുള്ള നടപടികളിലേക്കാണ് സർക്കാർ അടിയന്തരമായി പോകേണ്ടത്. ആ നിലയ്ക്ക് നടപടി ഉണ്ടാകുമെന്ന് നമുക്ക് കരുതാം. പിന്നെ ഈ ആളുകളുടെ പ്രതിഷേധമൊക്കെ ഉണ്ടാകുന്ന സാഹചര്യം എങ്ങനെയാണ്? ഒരു നടപടി വൈകുമ്പോഴാണ് വലിയ പ്രതിഷേധം. ഇന്നിപ്പോൾ ഇവർ പ്രതിഷേധിച്ചതിനകത്ത് കുറ്റം പറയാൻ കഴിയില്ല. അവിടെ അധികൃതർ എത്താൻ വൈകുന്നു എന്നുള്ളതായിരുന്നു ഇവിടുത്തെ പ്രശ്നം. അപ്പോൾ അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. ഇത് ഏറ്റവും പരമപ്രധാനമായ ഒരു പ്രശ്നമായി കണ്ട് ആ നിലയ്ക്ക് വേണം അതിനെ കൈകാര്യം ചെയ്യാൻ. കേവലം 10 ദിവസത്തിനുള്ളിൽ 6 പേരുടെ ജീവനാണ് കാട്ടാന ആക്രമണത്തിൽ സംസ്ഥാനത്ത് നഷ്ടപ്പെട്ടതെന്നൊക്കെയുള്ള വാർത്തകൾ ഞെട്ടിക്കുന്നതാണ്. കർഷകരും ആദിവാസികളും അടക്കമുള്ള താഴെത്തട്ടിലുള്ള മനുഷ്യരാണ് മനുഷ്യ വന്യജീവി സംഘർഷത്തിലെ പ്രധാന ഇരകൾ. ഏത് സർക്കാരിൻ്റെ കാലമാണെങ്കിലും ഈ മനുഷ്യരുടെ ജീവനും സമ്പത്തിനും സംരക്ഷണം ഒരുക്കേണ്ടത് അതാത് കാലത്തെ സർക്കാരിൻ്റെ കടമയുമാണ്. കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നവരുടെ എണ്ണവും വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ പ്രതിരോധം ശക്തമാക്കാനാണ് വനം വകുപ്പ് ശ്രമിക്കേണ്ടത്. അല്ലാതെ സർക്കാർ മാറ്റിയത് കാട്ടാന അറിഞ്ഞില്ല എന്ന മട്ടിലുള്ള പ്രസ്താവനകൾ പരിഹാസ്യമാണ് എന്നുള്ളത് ഈ ഘട്ടത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. വന്യജീവി ആക്രമണങ്ങൾക്ക് പരിഹാരം കാണാൻ 2 വർഷം എടുക്കുമെന്ന വനം മന്ത്രിയുടെ നിലപാടും അങ്ങനെ അംഗീകരിക്കാവുന്നതല്ല. കാട്ടാനയെയും വന്യമൃഗങ്ങളെയും പേടിച്ചു കഴിയുന്ന മനുഷ്യർക്ക് ആശ്വാസം പകരുന്ന നടപടികളാണ് ഈ സമയം വനമന്ത്രിയും വനം വകുപ്പും അടിയന്തരമായി സ്വീകരിക്കേണ്ടത്. വിമർശനങ്ങൾ ഉൾക്കൊണ്ട് ശാസ്ത്രീയവും പ്രായോഗികവുമായ നടപടികൾ അധികൃതർ സ്വീകരിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.